ഉണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ ഈ സെൻറ്റ് മത്തിയാസ് CSI സഭയിൽ വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായതിൽ. സാറ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ പ്ലാൻ ചെയ്ത പ്രോഗ്രാമല്ല. ഇങ്ങനെ പ്രോഗ്രാം ഇല്ലാതെ വരുന്ന ഞായറാഴ്ച മറ്റ് പല പ്രോഗ്രാമുകൾ ചിലപ്പോൾ മാറിപ്പോകുമ്പോൾ അങ്ങനെ വീണ് കിട്ടുന്ന ഞായറാഴ്ചകളിൽ അടുത്തുള്ള പള്ളികളിലും അതുപോലെ തന്നെ അങ്ങനെ അടുത്ത കാലത്തേക്കും പോകാത്ത പള്ളികളിലും പോയി അവരോട് സഭാമക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ സമയം എടുക്കുന്നു. ഇന്ന് അപ്രകാരം ഒരു സമയം കിട്ടി. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് ഇവിടെ അഞ്ചിരിയിൽ വന്നിട്ടുണ്ട് പലതവണ എന്നാണ് എൻ്റെ വിചാരം. ഇവിടെ വന്നതായിട്ട് എന്ന് വന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരിക്കൽ വന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ബിഷപ്പ് അതിന് മുമ്പാണ് അത് വന്നതെന്ന് എൻ്റെ വിചാരം. അന്ന് വരുവാനിടയാൻ ഞാൻ ഓർക്കുന്നു. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നു, അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എന്ന് വേണം പറയാം ഞാൻ വരുന്ന കാര്യം പറഞ്ഞത്. അച്ഛനോട് ഞാൻ പറഞ്ഞത്, അച്ഛൻ ഇങ്ങനെ ഇവിടുത്തെ ആരാണ്ട് സമയം എപ്പോഴാണെന്ന് ചോദിച്ചു. അത് പറഞ്ഞ് 8:30-ക്കാണ്. ഞാൻ പറഞ്ഞു ഇന്ന് അവിടെ ആരാധന കൂടിയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നെന്ന് പറഞ്ഞു. KP സാറിനോടൊന്ന് വിളിച്ച് പറയണം എന്നും ഇവിടെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ KP സാറിനെ പിന്നെ വിളിച്ചു. ഞാൻ നേരിട്ട് വിളിച്ചതല്ല, KP സാർ എന്നെ വിളിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചു, മനസ്സിലാക്കി. ഇങ്ങോട്ട് കയറി വരുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ വഴി അല്പം നല്ല വഴിയാണെങ്കിലും മഴക്കാലമായതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാകും, സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ചെറിയ വണ്ടിയാണ് സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ വണ്ടി എടുത്തു. ഇപ്പം മഴയുടെ ഒരു പ്രത്യേകതയുണ്ട്, ചപ്പെല്ലാം വീണ് കിടക്കുക. കാരണം അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വേഗത്തിൽ പോരത്തില്ല. എന്നിരുന്നാലും അവിടെ വരുവാനും ഇടയായി തീർന്നു. പ്രത്യേകിച്ച് താഴേന്ന് ഓട്ടോയ്ക്ക് ഇവിടെ കയറി വന്നു. അതിൽ സഹായിച്ച നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മഴയുള്ള സമയത്ത് ഇത്രയും ആളുകൾ ഒരുമിച്ച് കടന്നു പോകുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായുള്ള നന്ദി സ്നേഹസമയത്ത് അറിയിക്കുകയും ചെയ്തു. KP സാറ് ഇവിടെ 2 പള്ളിയുടെ ചുമതലയാണ് ഉള്ളത്. ഇന്ന് അഞ്ചിരിപ്പള്ളിയിൽ വളരെ ആൾക്കാർ കുറവാണെന്ന് പറയാമല്ലോ. അവിടെ ആളുകൾക്ക് പനിയൊക്കെ പിടിച്ച് ആശുപത്രിയിലാണെന്ന് അറിയാനായിട്ട് കഴിഞ്ഞു. ഇവിടെ ഇന്ന് അവിടുത്തെ ആരാധന കഴിഞ്ഞാണ് സാർ ഇവിടെ വരുന്നത്. ഞങ്ങൾ പോകുമ്പോൾ പറയുമായിരുന്നു, സാറ് നല്ലൊരു ഓട്ടമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരുകയാണ്. വളരെ സന്തോഷമുണ്ട് ഈ മുതിയാമല സെൻറ്റ് മത്തിയാസ് പള്ളിയിൽ വന്ന് നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി. ഇവിടെ മറ്റെല്ലാം അതിൻ്റെ കാടെല്ലാം വെട്ടി ഇട്ടിരിക്കുന്ന നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയവും പരിസരങ്ങളും, അതിന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും മഴക്കാലം ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയാലും വേനൽക്കാലത്ത് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാം. കാരണം ഇച്ചിരി അല്പം കുന്നിന് മുകളിലായതുകൊണ്ട് നല്ല കാറ്റും അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. നമ്മൾ മെയിൻ റോഡേ കൂടെ തടാകത്തിന് അപ്പുറത്തോടെ നമ്മൾ പോകുമ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ കാണാം. എങ്കിലും ഇവിടെ കടന്നു വന്ന് ഈ പ്രദേശം മറ്റൊരു ഏരിയ ആയിട്ട് ഈ തടാകം പ്രത്യേകമായിട്ട് വന്നതുകൊണ്ട് വലിയ പാലം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാഞ്ഞാറോ അല്ലെങ്കിൽ തൊടുപുഴയാണല്ലോ വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആദ്യകാലങ്ങളിൽ ഒരു ചെറിയൊരു ഒരു വികസനത്തിന് ഇവിടെ ഉണ്ടായിരുന്നാൽ അത് വളരെ വേഗം മാറി നല്ല നല്ല കെട്ടിടങ്ങൾ, വഴികൾ എല്ലാം ഭംഗിയായിട്ട് വന്നിരിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ സഭാമക്കളുടെ വീടുകൾ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അതും നല്ല വീടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും ഈ സഭയിൽ നിന്ന് മഹാടയ്ക്ക് ലഭിക്കുന്ന എല്ലാവിധമായ സഹകരണത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഡയസൻ കൗൺസിൽ അംഗം, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൈക്കാരന്മാർ, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, അത് കലാകാലങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്ന സഭാ ശുശ്രൂഷകരൊക്കെയും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് വരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രിയപ്പെട്ട കപ്പ്യാരച്ചൻ, ഗായക സംഘാംഗങ്ങൾ മനോഹര പാട്ടുകളൊക്കെ പാടുന്നു, വളരെ സന്തോഷം. ഇന്ന് ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് വരാനായിട്ട് ഇടയായിത്തീർന്നത് അതും വലിയൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. വളരെ നല്ല വാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്ത KP സാറിന് വീണ്ടും, KP ജോർജ് സാറിന് പ്രത്യേകമായുള്ള നന്ദി വീണ്ടും ഞാൻ സമയത്ത് അറിയിക്കുന്നു. പല പള്ളികളിലും സാറിന് കപ്ലിംഗ് ആണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഒരു പക്ഷേ സാറിൻ്റെ ആ ഒരു ചുടുചുറുക്കും ഒരു ഓട്ടവും ഉച്ചാട്ടവും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ 2 പള്ളി കൊടുത്താൽ സാർ അത് 1 പള്ളി പോലെ തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും സാർ ശ്രമിക്കാറുണ്ട്. ശുശ്രൂഷ കാര്യങ്ങൾ അദ്ദേഹം ഉഴപ്പാറില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചുമതലയൊക്കെയും കൊടുക്കും. അത് സന്തോഷത്തോടെ അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാറിനും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.
ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 17-ാം വാക്യം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:17. അവൻ വായിച്ചാട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 17-ാം വാക്യം. ലൂക്കോസ് അതെ, അവൻ അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്ക എന്ന് കൽപ്പിച്ചു. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങ് ഭാഗ്യം തന്ന കൃപയ്ക്കായി നമ്മുടെ സ്തോത്രം. അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ താണിരിക്കട്ടെ. നമ്മുടെ വചനം അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങ് ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സമ്പന്നരാക്കുകയും ചെയ്യണമേ. വചനം പറയുന്ന ബലഹീനനായിടേനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. യേശുനാഥ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കേൾക്കണമേ. ആമേൻ. വേദവസ്തം നമ്മൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അവിടെയൊക്കെയും പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പ്രധാനമായിട്ടും കാണുന്ന ഒരേ ഒരു കാര്യം എന്നുള്ളത് ദൈവത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിന് അടിസ്ഥാനപ്പെട്ട ജീവിതവുമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അത് ചുരുക്കത്തിൽ നമുക്കിങ്ങനെ പറയാം, വിശ്വസ്തത എന്ന് നമുക്ക് പറയാം. മോശയെക്കുറിച്ച് വേദവസ്തം പറയുമ്പോൾ ദൈവം മോശയെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം പ്രകാരമാണ്. മോശ ദൈവഗ്രഹത്തിൽ വിശ്വസ്തൻ ആയിരുന്നു. മോശ ദൈവഗ്രഹത്തിൽ വിശ്വസ്തനായിരുന്നു. മോശ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് നടത്തുന്ന വിധങ്ങൾ നമുക്കറിയാം. മോശയ്ക്ക് ദൈവം നൽകിയ ട്രെയിനിങ് നമുക്കറിയാം. മോശയുടെ ജനന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വളരെ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയുടെ കാഠിന്യം, അതിൻ്റെ അങ്ങേയറ്റം എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് 1-2 വാചകങ്ങളിലൊക്കെയും വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: ജനങ്ങൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അവരുടെ കഷ്ടങ്ങൾ, നിലവിളികൾ ഞാൻ കേട്ടു എന്നവിടെ പറഞ്ഞിരിക്കും. കഷ്ടങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ, കഷ്ടതയുടെ പാരമ്പര്യം, അതിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിച്ചാൽ കൊള്ളാം എന്നവർ ആഗ്രഹിച്ച ഒരവസ്ഥ. അത്രയും ഒരവസ്ഥയിലേക്ക് ജനം എത്തപ്പെട്ടിരുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന വേദവാദത്തിന് തൊട്ട് മുമ്പുള്ള വിവരണ പ്രകാരമാണ് അവർക്ക് ഇഷ്ടിക ചുട്ട് കൊടുക്കുക, കൃത്യം എണ്ണത്തിന് ഇഷ്ടിക ചുട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവർക്ക് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ജോലി. അത് അവർക്ക് ഏതെങ്കിലും നന്മ വരാൻ വേണ്ടിയല്ല, മറിച്ച് അവരെ ഏതെങ്കിലും തരത്തിൽ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ആ ജോലി കൊടുത്തത് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കഷ്ടപ്പെടുന്ന ജോലി കൊടുത്തിട്ടും അവർ പിന്നെയും ജനം വർദ്ധിച്ചു വന്നു. അവരെ ക്ഷയിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് അവിടെ കാണാൻ സാധിക്കുക. അതുകൊണ്ട് വീണ്ടും കഷ്ടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു, അവർക്ക് ഇഷ്ടികയുടെ എണ്ണം കുറയ്ക്കരുത്, അത് ചുടാനുള്ള വിറകോ അതുപോലെ തന്നെ താളടിയോ അതുപോലുള്ള വൈക്കോലോ ഒന്നും എന്ത് ചെയ്തില്ല, കൊടുക്കത്തില്ല. എണ്ണം കുറയ്ക്കരുത്, അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള കഷ്ടമുണ്ടാക്കി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് അവർ മുമ്പോട്ട് പോകുമ്പോൾ അവരോർത്തതിനേക്കാൾ ഭേദം മരിക്കുകയാണ് എന്നവർ വിചാരിച്ചു പോയി. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത് എന്ന് ചിന്തിച്ച ഒരു കൂട്ടം ജനം ആ സമയത്ത് അതും പോരാ എന്ന് തോന്നുമാറ് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയണം എന്നൊരു കൽപ്പന ഫറവോൻ പുറപ്പെടുവിച്ചു. ഫറവോൻ്റെ ആജ്ഞയുടെ ഉദ്ദേശം ഇതായിരുന്നു: തലമുറകളെ ഇല്ലാതാക്കിക്കൊണ്ട് ജനത്തിൻ്റെ പെരുപ്പം കുറയ്ക്കുക, അവരെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഫറവോൻ്റെ തന്ത്രം. എന്നാൽ അവിടെയും ദൈവം അവരെ കുറച്ചില്ല എന്ന ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് മോശ ജനിച്ചത്. മോശ രക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മോശ ജനിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തന്നെ മോശയുടെ മാതാപിതാക്കന്മാർക്കും അവനെ കൊല്ലുവാൻ താല്പര്യം തോന്നിയില്ല. നീല നദിയിൽ എറിഞ്ഞു കളയണമെന്നായിരുന്നു അവരുടെ കൽപ്പന. അങ്ങനെ നശിപ്പിക്കാത്ത, കൊന്നുകളയാത്ത കുഞ്ഞുങ്ങളെ അവർ ചെന്ന് നേരിട്ട് തന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, എന്നിട്ടും ഈ തലമുറ കുറയുന്നില്ല എന്ന് കണ്ട ഫറവോൻ വീണ്ടും സൂതികർമ്മങ്ങളോട് പറഞ്ഞ് ആൺകുഞ്ഞുങ്ങളെ ജനന സമയത്ത് തന്നെ കൊന്നുകളയണം എന്നുള്ള നിർദ്ദേശം കൊടുത്തായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു അതികഠിനമായ സമയത്താണ്
മോശയുടെ ജനനം. മോശ ജനിച്ചു, മോശ കുഞ്ഞിനെ ഞാങ്ങണ തൊട്ടിയിലാക്കി, വെള്ളത്തിൽ വെച്ചു, നദിയിൽ വെച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുക. കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായിട്ട് അവർ നോക്കിയിരുന്നു. ഫറവോന്റെ പുത്രി കുളിക്കാൻ വന്നപ്പോൾ അല്ലെങ്കിൽ നദിയിൽ വന്ന സമയത്ത് അത് കണ്ടു, കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് എടുത്തു. ഇത് എബ്രായരുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഈ മോശക്കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് തന്നെ അതിനെ പാലൂട്ടി വളർത്താനുള്ള ഒരു സാവകാശം ദൈവം ഒരുക്കി. ചെറുപ്രായം കഴിഞ്ഞതിന് ശേഷം അവൻ കൊട്ടാരത്തിൽ വളർന്നു. 40 വർഷം എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40 വർഷം അവൻ കൊട്ടാരത്തിൽ വളർന്നു. 40 വർഷം കൊണ്ട് അവൻ ഒരു രാജകുമാരനെ പോലെ അവിടെ വളർന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു രാജകുമാരൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ കാലങ്ങളിലാണെങ്കിലും ആ കാലഘട്ടങ്ങളിലാണെങ്കിലും രാജകുമാരന്മാർ, രാജകുമാരികൾ അവർക്കാണ് ആ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം അവർക്ക് കിട്ടും. ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഏറ്റവും ഉന്നതമായ ആ കാലത്തുള്ള യുദ്ധാഭ്യാസങ്ങൾ, തന്ത്രങ്ങൾ, രാജ്യതന്ത്രജ്ഞത എന്ന് വേണ്ട എല്ലാവിധമായ സംഗതികളും എല്ലാ മേഖലകളിലും പ്രാവീണ്യം നേടാനുള്ള അവസരം രാജകുമാരന്മാർക്കും ഭാര്യമാർക്കും ഉണ്ടായിരുന്നു. അതുപോലെ ഈ മോശക്കുഞ്ഞ് എന്ന് പറയുന്ന മോശ 40 വർഷം അവൻ്റെ കൊട്ടാരത്തിലുള്ള താമസം കൊണ്ട് അവർ ഏറ്റവും വലിയ ഒരു രാജ്യതന്ത്രജ്ഞനായി, എല്ലാവിധമായ രാജ്യതന്ത്രജ്ഞങ്ങളും പഠിച്ച ഒരു മനുഷ്യനായി, എല്ലാവിധമായ വിദ്യാഭ്യാസങ്ങളും പഠിച്ച ഒരു മനുഷ്യനായി അവൻ വളർന്നു. 40 വർഷം കഴിഞ്ഞപ്പോൾ അവന് കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വന്നു. അവൻ പിന്നീട് മരുഭൂമിയിൽ ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. മരുഭൂമിയിലുള്ള വാസത്തിൽ അവൻ വിവാഹിതനായി ഇത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് അവിടെ മരുഭൂമിയിൽ 40 വർഷം. 40 വർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ഡയറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പഠനത്തിന് കീഴിലായിരുന്നു അവൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വേദപഠിതാക്കൾ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 40 വർഷം കൊട്ടാരത്തിൽ ആ കാലഘട്ടം അറിയപ്പെടുന്ന എല്ലാ വിദ്യകളും അവൻ സമ്പാദിച്ചു. പിന്നീട് 40 വർഷം ദൈവം അവനെ എന്ത് ചെയ്തു? ദൈവം അവനെ ഒരു വലിയ ദൗത്യത്തിനായി അവനെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ അവനെ പരിശീലിപ്പിച്ചു. തിരഞ്ഞെടുപ്പല്ല, പരിശീലിപ്പിച്ചു എന്ന് കാണുവാൻ സാധിക്കും. അതിനുശേഷം അവൻ വീണ്ടും തിരിച്ച് ഈ ഇസ്രായേൽ ദൗത്യവുമായിട്ട് ഏറ്റെടുക്കാനായിട്ട് പോകുന്നതും മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾ വിടുന്നതൊക്കെ കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് മോശ ഒരിക്കലും ദൈവത്തോട് അവിശ്വസ്തനായിരുന്നില്ല. മോശ ദൈവഗ്രഹത്തിൽ വിശ്വസ്തനായിരുന്നു. ദൈവം അത് എടുത്തു പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി നമ്മളും ദൈവിക കാര്യങ്ങളിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കണം എന്നാണ് അതിൻ്റെ സാരം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എഴുതിയിരിക്കുന്ന വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിശദീകരണം പലതരത്തിലുള്ള സാദൃശ്യങ്ങളുടെയും ഉപമകളിലൂടെയും പറയുമ്പോൾ യേശു പറയുന്ന കാര്യമാണ് ഒരു വലിയ മനുഷ്യൻ, ഒരു രാജാവ്, അവൻ ഒരു വലിയ മനുഷ്യൻ എന്നോട് അവിടെ പറഞ്ഞ് പല പ്രകാരങ്ങളിൽ അത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാണുവാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, യെരുശലേമിലേക്ക് യേശു യാത്ര ചെയ്യുകയായിരുന്നു. ദൈവരാജ്യം വെളിപ്പെടും എന്ന് അവർക്ക് തോന്നുകയാൽ എന്ന് പറഞ്ഞാൽ യെരുശലേമിലേക്ക് പോകുമ്പോൾ പറയുന്ന സംസാരത്തിൽ അവരുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ കണ്ടിട്ട് ജനങ്ങൾ ഓർത്തു, ഇവനാണ് യഥാർത്ഥ ദാവീദ് പുത്രൻ, ഇവനാണ് യഥാർത്ഥ രാജാവ്, ഇവനിപ്പോൾ യെരുശലേമിൽ ചെന്ന് എന്ത് ചെയ്യും? യെരുശലേമിൽ രാജ്യത്തെ സ്ഥാപിക്കും എന്ന് കൂടെ പോയവർക്ക് തോന്നി. അതാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് എന്ന് അവർ കാത്തിരുന്ന മെസ്സിയാണ്, രക്ഷകൻ വന്നു എന്നുള്ള വളരെ വലിയ ഒരു വിശ്വാസത്തോടും ആഹ്ലാദത്വങ്ങളോടെ ഈ ദൈവപുത്രനെ അവർ ജയവിളിക്കുമ്പോൾ, അങ്ങനെ പോകുന്ന യെരുശലേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ആ ഒരു സംഭവമാണ് അവിടെ സംഭാഷണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരികയാണെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? അവൻ്റെ കയ്യിലുള്ള സ്വത്തുക്കൾ ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്തു. 10 പേർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതിലെ അവിടുത്തെ കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ വ്യാപാരം ചെയ്യണമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കൊള്ളാം. അതിനുശേഷം അതിൻ്റെ കുറേ ആൾക്കാർക്ക് അവനെക്കുറിച്ച് ഈ ദ്രവ്യം ഏൽപ്പിച്ച രാജാവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഗൃഹസ്ഥനായ മനുഷ്യനെക്കുറിച്ച്, അല്ലെങ്കിൽ വലിയ മനുഷ്യനെക്കുറിച്ച്, യജമാനനെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ വ്യത്യസ്തമായ രീതിയിൽ അതിനോട് പെരുമാറി. എന്നാൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 1ാമത്തെ റാത്തൽ കൊടുത്ത ആളോട് ചോദിച്ചവൻ അടുത്ത് വന്നു, അയ്യോ യജമാനെ, അങ്ങ് എനിക്ക് 10 റാത്തൽ തന്നു, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? 10 റാത്തൽ കൂടെ നേടിയിരിക്കുന്നു. അടുത്തവൻ വന്നു, യജമാനെ 5 അല്ലേ തന്നത്, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? 5 തന്ന ആ ഭാഗത്ത് പറയുന്നില്ല, ഞാൻ 5 കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 2 പേരോടും
കർത്താവ് പറയുന്നതാണ്. ആദ്യത്തെ അവനോട് 10 ഗോടെ നേടിയ ആളോടാണ് പറയുന്നത്, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, എന്ത് ചെയ്യണം, നീ 10 പട്ടണങ്ങൾക്ക് അധിപനായിരിക്കാന്ന്. 10 പട്ടണങ്ങൾ അവന് അധീനനെ കൊടുത്തു. അവന് ലഭിച്ച റാത്തൽ കൊണ്ട്, ഓരോ റാത്തൽ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്ത റാത്തൽ കൊണ്ട് അത് എത്രയും വിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത് 10ഉം കൂടെ യജമാനന് വേണ്ടി നേടിയതിനാൽ യജമാൻ അവനിൽ പ്രസാദം തോന്നി അവനെന്ത് ചെയ്തു, അവൻ 10 പട്ടണത്തിന് ആധിപത്യം അവന് കൊടുത്തു. അടുത്തവന് 5 പട്ടണത്തിന് ആധിപത്യം കൊടുത്തു. ഒരേ ഒരു കാരണം, വിശ്വസ്തത എന്നുള്ളതാണ് എന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ അതിന് തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോടൊന്ന് ബന്ധിപ്പിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്രകാരം അതിനെക്കുറിച്ച് നമുക്ക് കാണാം. ഇവിടെ ദൈവരാജ്യം സമീപിച്ചിരിക്കാലും യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേമിലേക്ക് പോവുകയാണ് ആര്? യേശു. മൊത്തം ആ ഉദാഹരണം നമ്മളൊന്ന് ചുരുക്കമായിട്ടൊന്ന് സംക്ഷേപിച്ച് നോക്കി എങ്ങനെ കാണാൻ സാധിക്കും. യേശു എന്ത് ചെയ്യുന്നു? യെരുശലേമിലേക്ക് പോയിട്ട് യെരുശലേമിൽ കഷ്ടപ്പെടുന്നു, അവിടെ പ്രയാസങ്ങൾ സഹിക്കുന്നു, ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിക്കാനായിട്ട് പോവുകയാണ്. യേശു മടങ്ങി വരുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ വേദപുസ്തകം വായിച്ച് നോക്കുമ്പോൾ അവൻ രാജാവായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മടങ്ങി വരുന്നത്. അവൻ രാജാവായിട്ടാണ് മടങ്ങി വരുന്നത്. പിലാത്തോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ യഹൂദന്മാരുടെ രാജാവോ? അതെ എന്നാ പറഞ്ഞു. അതെ. പക്ഷേ അത് മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചില്ല? പീലാത്തോസിന് സാധിച്ചു. കാരണം അതിൽ യാതൊരുവിധ സന്നാഹങ്ങളും രാജാവിൻ്റെ കൂടെ ഇല്ല, അല്ലേ? രാജാവിൻ്റെ കൂടെ വേണ്ടിരുന്ന ആൾക്കാർ പോലും അവൻ്റെ കൂടെ ഇല്ല. എല്ലാവരും പേടിച്ച് ഓടിപ്പോയി. അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പീലാത്തോസിനും കഴിഞ്ഞില്ല. കൂടെയുള്ളവർക്ക് അത്രയും കൂടെ കഴിഞ്ഞില്ല, അവരുടെ രാജാവാണെങ്കിലും. അപ്പോൾ ആ രാജ്യത്വം പ്രാപിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമെന്നുള്ള ഒരു അർത്ഥമാണ് അതിൻ്റെ അകത്തുള്ളത്. തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? താലന്തുകൾ ഏൽപ്പിച്ച, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച, ദൗത്യം ഏൽപ്പിച്ച ആളുകൾ ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് യജമാനെ ഇതാ എന്ന് പറഞ്ഞ് നൽകണം എന്നാണ്, അല്ലെങ്കിൽ വിശ്വസ്തൻ എന്നുള്ള വിളി നിങ്ങൾ കേൾക്കണം എന്നുള്ളതിൻ്റെ മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നു, ഇപ്പോൾ ഞാൻ പോവുകയാണ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? മടങ്ങി വരും എന്നാണ് എൻ്റെ മറ്റൊരു അർത്ഥം. പ്രിയമുള്ളവരെ, ഈ അത്യല്പത്തിൽ വിശ്വസ്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വേദപുസ്തകത്തിൽ വിശ്വസ്തയെക്കുറിച്ച് അനേക വാക്യങ്ങൾ കാണുവാണെങ്കിൽ വളരെ ശ്രദ്ധേയമായ വാക്കുകൾ. ഒരു വാക്യം ഇപ്രകാരമാണ്: അന്യമായതിൽ ആയില്ലെങ്കിൽ സ്വന്തമായത് ആര് നിങ്ങൾക്ക് ഏൽപ്പിക്കും. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളായിരിക്കും നമ്മുടെ സ്വന്തമല്ലല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ അതങ്ങനെയല്ല കർത്താവ് പഠിപ്പിച്ചു. അന്യമായത് നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് വളരെ വിശ്വസത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? സ്വന്തമായിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. അന്യമായതിൽ വിശ്വസ്തനായില്ലെങ്കിൽ സ്വന്തമായത് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇവിടെയും അതുതന്നെയാണ്. ഈ റാത്തൽ എന്ന് പറയുന്നത്, ഈ ദ്രവ്യം എന്ന് പറയുന്നത്, ഈ താലന്ത് എന്ന് പറയുന്നത്, അത് അവരുടെ സ്വന്തമല്ല. യജമാനൻ അവർക്ക് കൊടുത്തതാണെന്ന് വിചാരിച്ച്, യജമാൻ്റേതാണ് ഇതെന്ന് വിചാരിച്ച് തന്നെയാണ് ഇവിടെ 10 താലന്ത് നേടിയ ആളും 5 താലന്ത് നേടിയ ആളും എന്ത് ചെയ്തിരിക്കുന്നത്? അവർ അധ്വാനിച്ച് അത് ഭംഗിയായിട്ട് സൂക്ഷിക്കുകയും യജമാൻ്റെ അടുത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അവരെന്ത് ചെയ്തു? ഈ യജമാനിൻ്റെ റാത്തലിന് അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമുണ്ടാക്കും എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അത് തന്നെ ഏൽപ്പിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നായിട്ട് കാണുവാൻ സാധിക്കണേ. ഉറുമാലി കെട്ടി എന്ത് ചെയ്തു? അത് കുഴിച്ചിട്ടു എന്നൊക്കെ പറയുന്ന വിവരണങ്ങൾ കാണാൻ സാധിക്കും. അത് ഈ യജമാനോടുള്ള അവിശ്വസതയാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭൂമിയിൽ ഈ കർത്താവ്, ഈ ദൈവപുത്രൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളൊക്കെയും എന്താണ്? ദൈവവചനത്തിൻ്റെ പ്രഘോഷണമാണ് ആത്യന്തികമായിട്ടും കർത്താവ് പറഞ്ഞ ഏറ്റവും അവസാനത്തെ കൽപ്പന എന്ന് കാണുവാൻ സാധിക്കും. വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന് വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. അവസാന വാക്യങ്ങൾ 16 എന്നുള്ള വാക്യങ്ങൾ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് സുവിശേഷ വചനമൊക്കെയും ഉപദേശ വചനമൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വായുകൊണ്ടുള്ള ഒരു പ്രഘോഷണം മാത്രമല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അത് നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ, പറയുമ്പോൾ അത് അവർ അനുസരിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഉപദേശിക്കണം. ഉപദേശത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ശബ്ദമാണ്, അല്ലെങ്കിൽ ഡയറക്റ്റുള്ള വാഗുകൊണ്ടുള്ള ഉപദേശങ്ങളാണ്. മറ്റൊന്ന് അവൻ്റെ ജീവിതം കൊണ്ടുള്ള ഉപദേശമാണ്, പഠിപ്പിക്കലാണ്. വായും കൊണ്ടുള്ള ഉപദേശങ്ങളും ജീവിതം കൊണ്ടുള്ള ഉപദേശങ്ങളും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകേണ്ടതാണ് എന്ന് വിശുദ്ധ വചനം നമ്മോട് പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികളാകുന്ന ഞാനും നിങ്ങളും, യേശുവിനെ ആരാധിക്കുന്ന ഞാനും നിങ്ങളും
ഇവിടെ ദേവാലയത്തിൽ വരുമ്പോൾ ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയം എന്താണെന്ന് അറിയാമോ? ചിന്താവിഷയം ഈ വർഷത്തെ നമ്മുടെ കുറിവാക്യം പറയാമോ? ഓർക്കുന്നുണ്ടോ? കുറിവാക്യം അതെന്നാ തിരുമേനി കുറിവാക്യം എന്ന് പറഞ്ഞാൽ? ഇതല്ലാതെ വലിയ വാക്യമുണ്ട് അല്ലേ? എന്താ കുറിവാക്യം? ഈ വർഷത്തെ കുറിവാക്യം ഏതെങ്കിലും ഒരു ഭാഗം ഓർക്കുന്നുണ്ടോ? ഈ വർഷത്തെ കുറിവാക്യം 2024 ആണ്ടിലെ നമ്മുടെ ഈശോയുള്ള മഹായുടെ കുറിവാക്യം ഒരു കലണ്ടർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തിരുമേനിയുടെ ഫോട്ടോയും പിന്നെ ഒരു വാക്യവും, അത് ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലൊക്കെ ഉണ്ട്. സാർ ഓർക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സാർ ഓർക്കുന്നുണ്ട്. ആത്മാവിലുള്ള ആരാധന ദൈവാനുഗ്രഹം, ആത്മാവിലുള്ള ആരാധന ദൈവാനുഗ്രഹം. അത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ഭാഗമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് ഞാനന്ന് പറഞ്ഞത്. ആരാധന എന്ന് പറയുന്നത് നമുക്കറിയാം. ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് എന്താണ്? പള്ളിയിലുള്ള ആരാധന അല്ലേ? ഞായറാഴ്ച ദിവസം മണിയടിക്കുന്നു, എല്ലാവരും വരുന്നത്, ഗായസംഘം അവിടെ നിന്ന് പാടുന്നു അല്ലേ, എല്ലാവരും ആരാധിക്കുന്നു, നമ്മൾ കൗമാ ചൊല്ലുന്നു, തൃത്വത്തിന് സ്തുതി ചൊല്ലുന്നു, പാട്ട് പാടുന്നു, വേദവസം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം പ്രഘോഷിക്കുന്നു, കേൾക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു? തിരികെ പോകും. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ആരാധന. ഓക്കെ, ഈ ആരാധന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ തത്വമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിളാണ്. ഇവിടെ വരുന്നു, എന്ത് ചെയ്യണം? നിങ്ങൾ ആലയത്തിൽ വരണം, ദൈവത്തെ ആരാധിക്കണം അല്ലേ? ആരാധിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ദേവാലയത്തിനുള്ളിലാണ് അല്ല, ഈ മതിലിനുള്ളിൽ, ഈ ഭിത്തിക്കുള്ളിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അത് ആഴ്ചയിൽ ഒരു തവണയേ ഉള്ളൂ. ഒരു തവണ മുഴുവൻ സമയവും ഇല്ല, ചില്ലറ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് ആരാധിച്ചിട്ട് പോവുകയാണ്. അടുത്ത 7-ാം ദിവസം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും വരികയാണ്. അപ്പം അതിൻ്റെ അർത്ഥം, ഈ ആരാധന എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ആരാധിക്കുന്ന ആരാധന, അതിൻ്റെ തുടർച്ച എവിടെയാണ്? ഞായറാഴ്ചത്തെ ആരാധനയുടെ തുടർച്ച തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, അത്രയും ദിവസമാണ് ഇതിൻ്റെ തുടർച്ച. വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മളിവിടെ വരികയാണ്, ആരാധന, വീണ്ടും അതിൻ്റെ തുടർച്ചയാണ് ആരാധന. എന്താ ആരാധന തുടർച്ച? ആരാധന തുടർച്ച എന്തായിരിക്കും? ഇവിടെ നമ്മൾ എന്താ പറയുക? ഇവിടെ നമ്മൾ ആരെ സ്തുതിക്കുന്നു? ഇവിടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആരുടെ വചനം നമ്മൾ വായിക്കുന്നു? ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നു. ഇവിടെ നമ്മൾ ആരോട് പ്രാർത്ഥിക്കുന്നു? ഇവിടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മൾ ആരുടെ വചനം കേൾക്കുന്നു? ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ വചനം? അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഞാനും നിങ്ങളുമായിട്ടും നമ്മുടെ ജീവിതക്രമവുമായിട്ട് അത് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതാണ് നമ്മളോട് പറഞ്ഞു വിടുന്നത് അല്ലേ? അതാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കി പോകുന്നത്. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം തന്നെ നോക്കുമ്പോഴൊക്കെ കാണാൻ സാധിക്കുന്നത്, അവിടെ ഇന്നത്തെ പോലെ നമുക്ക് ഇവിടെ വേദപുസ്തകം ഉള്ളതുപോലെ അന്ന് വേദപുസ്തകങ്ങളില്ലായിരുന്നു. അവിടെ പലപ്പോഴും ചുരുളുകളാണ് എന്ത് ചെയ്യുന്നത്? അവർ ഉപയോഗിച്ചിരുന്ന് കാണുവാൻ സാധിക്കും. ചുരുളുകളും അങ്ങനെയില്ല, ലഭ്യമാകാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്ന ആ കാലഘട്ടങ്ങളിലെല്ലാം ജനം ദൈവാലയത്തിൽ ആണ്ടിൽ പ്രത്യേക ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു? കൂടി വന്നിരുന്നു. ആ കൂടി വരുന്ന സമയത്ത് ഇവരൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു, ഏറ്റവും മർമ്മപ്രധാനമുള്ള സംഗതി ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ത് ചെയ്യുക? വായിച്ച് കേൾപ്പിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ത് ചെയ്യുക? വായിച്ച് കേൾപ്പിക്കുക. കൽപ്പന വായിക്കുക, അത് വ്യാഖ്യാനിക്കുക. അതാണ് ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. വേദോസം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. വേദോസം വായിക്കുക, അല്ലെങ്കിൽ അന്നത്തെ ദൈവത്തിൻ്റെ വചനങ്ങൾ, ന്യായപ്രമാണം വായിക്കുക, അത് വ്യാഖ്യാനിക്കുക. എങ്ങനെയാണ് അത് പ്രവൃത്തി കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്താണത് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ദൈവത്തെ ആരെങ്കിലും, എന്നെ അല്ലാതെ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടാകരുത്, എന്താണ് അതിനർത്ഥം എന്ന് പറഞ്ഞിട്ട് അത് പറയുകയാണ്. അപ്പോൾ ആൾക്കാർ ആ കൂട്ടത്തിൽ വന്ന് ആരെങ്കിലും വേറെ അന്യദൈവങ്ങളെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരന്നേരം ആ പാപം ഏറ്റു പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതാണ്. അപ്പോൾ അത് കേട്ടിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യരുത്? തിരിച്ചു വേറെ അന്യദൈവങ്ങളെ അവർ ആരാധിക്കരുത്. അതാണ് എൻ്റെ അപ്പനെയമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നത് അല്ലേ? അപ്പനെയമ്മയും ബഹുമാനിക്കുന്ന കൽപ്പന കേട്ടിട്ട് പോവുകയാണ്. പോകുമ്പോൾ അവരെന്ത് ചെയ്യണം? അപ്പനെയമ്മയും ബഹുമാനിക്കണം. മോഷ്ടിക്കരുതെന്ന കൽപ്പനയും വായിച്ച് കേട്ടിട്ട് എന്ത് ചെയ്യണം? ഇവിടെ അതിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങളെല്ലാം പറഞ്ഞ് പോവുകയാണ്, പഠിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന, അത് കേട്ടിട്ട് പോകുന്നവരെന്ത് ചെയ്യണം? മോഷ്ടിക്കരുത്. അതാണ് എൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്, എൻ്റെ ആരാധനയുടെ തുടർച്ച എന്ന് പറയും. ആരാധന ഇതെല്ലാം വായിച്ച് ദൈവത്തെ മോഹപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോവുകയാണ് ചെയ്തത്. നമ്മൾ പ്രത്യേകിച്ച് കമ്മ്യൂണിനുള്ള ഞായറാഴ്ച നമ്മൾ വായിക്കാറുണ്ട്. മോഷ്ടിക്കരുതെന്ന കൽപ്പന വായിച്ച ഉടനെ പറയുന്നത് എന്നാ പറയുന്നു? ദൈവമേ, ഈ കൽപ്പനയെ കാപ്പാൻ എൻ്റെ ഹൃദയത്തെ മുടക്കണമേ. ഗായസംഘം എന്ത് ചെയ്യുന്നു? അവിടെ പാടുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അത് വാക്യപ്രതിവാക്കിയിട്ട് പറയുകയാണ്. അതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് അല്ലേ? പോയിട്ട് മോഷ്ടിച്ചാൽ അതനുസരിക്കുന്നില്ല നമ്മൾ. അപ്പം അതാണ്
ഇതിനോട് വിശ്വസ്തരായിരിക്കാൻ, കൽപ്പനകളോട് വിശ്വസ്തരായിരിക്കുക എന്ന് പറയുന്നത് കൽപ്പന തന്ന ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എന്നുള്ളത്. ദൈവത്തോടുള്ള വിശ്വസ്തത അവൻ്റെ കൽപ്പനകളും വചനങ്ങളും പ്രമാണിക്കുന്നതിലൂടെയാണ് തെളിവായി വരുന്നത്. ഇവിടെ ഈ പണം കൊണ്ടുപോയ ആൾക്കാർ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ 10 പേർക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നു. 10 റാത്തൽ അവർക്ക് കൊടുത്തു എന്നാണ്, 10 റാത്തൽ വെള്ളി കൊടുത്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 10 റാത്തൽ വെള്ളി എന്ന് പറയുന്നത് വ്യാപാരം ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. 10 റാത്തൽ വെള്ളി അത് വ്യാപാരം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അതിൽ പ്രവർത്തിക്കുന്നത് അല്ലേ. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ അതൊരു കൽപ്പനയാണ്. അത് നമ്മൾ പുറത്തു പോയി മോഷ്ടിക്കാൻ അവസരം വന്നാലും മോഷ്ടിക്കാതെ തിരിച്ചു വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അത് വ്യാപാരം ചെയ്യുക എന്ന് പറയുന്നത്. കളസാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ ഓരോ കൽപ്പനകളും പ്രകാരം തന്നെയാണ്. വിശ്വസ്തത എന്ന് പറയുന്നത്, ദൈവത്തോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നതിലാണ് എന്ന് മറന്നു പോകരുത്. ഇവിടെ ഈ 10 റാത്തൽ വെള്ളി കൊണ്ട് വ്യാപാരം ചെയ്തു എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ്. നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഉള്ള വെള്ളി അല്ല നമ്മളിപ്പോൾ മനസ്സിലാക്കുമ്പോൾ അത് വ്യാപാരം എന്ന് പറയുന്നത് വെള്ളിയേക്കാളും പൊന്നിനേക്കാളും വിലയേറിയ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആ വചനം എന്ത് ചെയ്യണം? അത് നമ്മൾ വ്യാപാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിന് അടിസ്ഥാനപ്പെട്ട് ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ അതിൻ്റെ സ്വാധീനം എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ചെറിയൊരു കാര്യമാണെങ്കിലും എന്ത് ചെയ്യണം? അതിൽ വിശ്വസ്തരായിരിക്കണം എന്നാണ് അർത്ഥം. എങ്ങനെ വിശ്വസ്തരായിരിക്കാം? ഒന്ന്, ദേവാലയത്തിൽ വരുന്നതിൽ നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്തരായിരിക്കും. മുതിയാമല സെൻറ്റ് മാത്യാസ് പള്ളിയിൽ CSI പള്ളി വരാൻ വേറെ ഏതെങ്കിലും പള്ളിക്കാരുണ്ടോ? ഉണ്ടോ? ഇല്ല. വേറെ പള്ളിക്കാർക്ക് അവരുടെ പള്ളിയുണ്ട് അല്ലേ. നമുക്കോ? നമുക്ക് ഈ പള്ളിയാണുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ വന്നില്ലെങ്കിൽ വേറെ ആരും നമുക്ക് പകരമായിട്ട് വരാനില്ല. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ വരണം. ഈ പള്ളിയിൽ അംഗങ്ങൾ ഈ പള്ളിയിൽ തന്നെ വരണം അല്ലേ. ഈ പള്ളിയിൽ വന്നോ? ഈ പള്ളിയിൽ വന്ന് ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ഈ പള്ളിയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. ഈ പള്ളിയിൽ വന്ന് ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ നിന്ന് ദൈവത്തോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇത് വിശുദ്ധ ആരാധനയ്ക്ക്, ദൈവ ആരാധനയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ വിശ്വസ്തയോടെ, ആ വിശ്വാസത്തോടെ തന്നെ എന്ത് ചെയ്യണം? ഇവിടെ വരണം. അതിന് നമുക്കതിന് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് തെളിവുകൾ നൽകുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാൻ. ഇവിടെ വന്ന് എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതിന് ശേഷം പോകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുക? വേദോസം വായിക്കുക. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വേദോസം നമ്മൾ വായിക്കണം. എല്ലാ ദിവസവും ദൈവത്തോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അത് വിശ്വസ്തയുടെ ഭാഗമാണ്. ദൈവത്തോടുള്ള വിശ്വസ്തയുടെ ഭാഗമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന വെളിച്ചം പ്രകാശിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കൂട്ടായ്മ യോഗങ്ങൾ എന്ത് ചെയ്യണം? പണ്ടുകാലങ്ങളിൽ വളരെ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ പ്രായമുള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് അറിയാമായിരുന്നു. ഇടവ കൂട്ടായ്മയും സഭ കൂട്ടായ്മകളും വീട്ടുപ്രാർത്ഥനകളും വളരെ സജീവമായിട്ട് വന്നിരുന്നു. അതുമൂലം ഒരു സന്ദേശം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നും മറന്നു പോകരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും രാവിലെ നേരം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും ഞായറാഴ്ച ദിവസങ്ങളിൽ ദേവാലയത്തിൽ പോകണമെന്നും എന്നുള്ള ഒരു സന്ദേശം, ഒരു പഠിപ്പിക്കൽ, ഒരു പാഠം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പുത്തൻ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രായമുള്ളവർ ദേവാലയത്തിൽ വരാതിരുന്നാൽ അവരുടെ തൊട്ട് താഴെയുള്ള തലമുറ എന്ത് ചെയ്യത്തില്ല? ദേവാലയത്തിൽ വരാൻ അങ്ങനെയുള്ളൊരു ശിക്ഷണം അവർക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഉത്സുകരായിരുന്നു. അവിടെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഒരു പക്ഷേ 4 ഞായറാഴ്ച ഉണ്ടല്ലോ, 52 ഞായറാഴ്ച ഒരു വർഷമുണ്ടല്ലോ, ഏതെങ്കിലും 1-2 ഞായറാഴ്ച പോയാൽ മതി എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. അല്ല, വിശുദ്ധ ദിവസങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ആരാധനയ്ക്ക് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. വരിക, നമ്മുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ദൈവത്തോട് പറയുക. പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? പോകുക. നമ്മുടെ സകല ചിന്താകുകളും ഭാരങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞതിന് ശേഷം പോകുക. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല വചനത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞിട്ടുമുണ്ട് എന്ന് നാം മറന്നു പോയി. അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശ്വസ്തയോടെ എൻ്റെ ഒരു കടമയാണ്, എന്നെ ഏൽപ്പിക്കുക, ചുമതലയാണ് എന്നുള്ള നിലയിൽ നമ്മളോട് വരിക. വീടുകളിൽ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. വചനം നമ്മൾ വായിക്കുക. നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന തിരുവചന സത്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിനെതിരെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ നമ്മൾ ബന്ധപ്പെടുക, ശ്രദ്ധിക്കുക. അതാണ് വ്യാപാരം എന്ന് പറയുന്നത്. അതിൽ നേട്ടം എന്നുള്ളത് അത് എനിക്ക് ഉള്ള നേട്ടമല്ല, അത് ദൈവത്തിനെ സമർപ്പിക്കേണ്ടതാണ്. ഇവിടെ യജമാനു വേണ്ടി 10 റാത്തൽ മേടിച്ച ആൾ 10 റാത്തലും കൂടെ നേടി യജമാനന് കൊണ്ടേ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ വിശ്വസ്തയോടെ ജീവിച്ച് ദൈവത്തോട് പറയണം, ദൈവമേ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പരിശ്രമിച്ചു, ജീവിച്ചു എന്ന് പറയാൻ സാധിക്കും. നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവസാനം ഈ യജമാനൻ എന്ത് പറയും? ഈ കർത്താവ്, ഈ യേശു എന്നെ പറയും, നല്ലനായ ദാസനെ, നല്ലവനായ വിശ്വസ്തനായ ദാസനെ, നല്ലവനായ വിശ്വസ്തയായ ദാസിയെ എന്ന് പറയും. അവർക്ക് പ്രതിഫലം ദൈവം നൽകുന്നു. നമുക്ക് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി
ഈ ലോകത്ത് ജീവിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ലോകത്തിൽ നമുക്കെതിരെ വരുന്ന, വിശ്വാസ ജീവിതത്തിനെതിരെ വരുന്ന എല്ലാവിധമായ സംഗതികൾക്കെതിരെ നിൽപ്പാനായിട്ട്, ദൈവത്തിൽ അടിയുറച്ച് നിൽപ്പാനായിട്ട് ഈ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ചെറിയ കാര്യമാണെങ്കിലും ഒരു ദിവസം അല്പം വായിക്കണമെന്നായ ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ അത് നമ്മൾ വിശ്വസത്തോടെ ചെയ്യുന്നുവെങ്കിൽ അത് കാണുന്നൊരു ദൈവമുണ്ട് എന്ന് നമ്മൾ മറന്നുപോകാൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പക്ഷേ മറ്റാരും കണ്ടില്ലായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് വലിയ പ്രാർത്ഥിക്കാൻ അറിയില്ലായിരിക്കാം, പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിനോട് നമ്മൾ തന്നെ നമുക്ക് അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ളത് പറഞ്ഞു പോകരുത്. ആ ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ അനുഗ്രഹം പ്രാപിക്കും. അവസാനം ഈ വാക്യം കർത്താവ് പറഞ്ഞ പോലെ തന്നെ, നല്ല ദാസനെ, നല്ല ദാസിയെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു എന്ന് കേൾക്കാനുള്ള ആ അനുഗ്രഹം നമുക്ക് ഉണ്ടാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം മൊത്തവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.